അവധി എപ്പോഴും ഒരുമിച്ചിട്ടുണ്ടെന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം ഇവരെല്ലാവരും അവധി ഒരുമിച്ച് അമ്മയുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് വന്നു. ആ സമയം മക്കളെല്ലാവരും അമ്മയോട് പറഞ്ഞു സാമ്പത്തികമായിട്ടൊക്കെ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സാമ്പത്തികം ഇല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന അപ്പം സമ്പാദിച്ചു വെച്ച കാശ്, ബാങ്കിലുള്ള കാശെല്ലാം തന്നെ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തു. വസ്തുക്കളൊക്കെ ഓരോരുത്തരുടെ പേരിൽ എഴുതി കൊടുത്തു. വീടും കാര്യമൊക്കെ എഴുതി കൊടുത്തു. മക്കളൊക്കെ തിരിച്ചു പോയി. വീണ്ടും അമ്മ ആ വീട്ടിൽ താമസിക്കുകയാണ്. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ആ വീട്ടിലേക്ക് പുതുതായ ഒരു വ്യക്തി വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വീടും ഈ വീട്ടിലിരിക്കുന്ന വസ്തുവും നിങ്ങളുടെ മകൻ എനിക്ക് വിറ്റിരിക്കുകയാണ്. അപ്പം അധികം താമസിക്കാതെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം അമ്മ അറിഞ്ഞില്ല ഈ മകൻ വസ്തു വിറ്റ കാര്യവും അല്ല വീട് വിറ്റ കാര്യമൊന്നും. അമ്മ ഉടനെ ഈ മകനെ വിളിച്ചു. മകൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. അടുത്ത മകനെ വിളിച്ചു, മകളെ വിളിച്ചു നോക്കി. ഇവരാരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കുറേ പ്രാവശ്യത്തെ നിരന്തരമായ പരിശ്രമത്തിന് ശേഷം അമ്മയ്ക്കൊരു കാര്യം പിടി കിട്ടി. അമ്മയുടെ ഫോൺ മനഃപൂർവ്വം ഇവർ എടുക്കാത്തതാണ്. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ വീണ്ടും ഓർത്തു. എന്നിട്ട് തന്നെയും വേറൊരാളുടെ പേരിൽ എഴുതി കൊടുത്തതാണ്, വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട് അയാളുടെ കയ്യിൽ. ഇവർ അവിടെ നിന്ന് ഇറങ്ങി ഇവരൊരു വൃദ്ധസദനത്തിലേക്ക് പോയി. അവിടെ അത്യാവശ്യം കഴിയാം എന്നുള്ള രീതിയിൽ ഏതോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു വൃദ്ധസദനമാണ്. അവിടെ ഇങ്ങനെ കഴിയുകയാണ്. അവരുടെ വിഷമം കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം മാനസിക വിഷമം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം.